ഇപ്പോൾ എൻ്റെ അടുത്ത് പലരും പറയാറുണ്ട് അവര് ഇപ്പോൾ ഇതിലഭിനയിക്കുന്നു എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ നമ്മളല്ലല്ലോ അതിന്റെ റെസ്പോൺസിബിൾ. കാര്യം അവരുടെ കാര്യങ്ങൾ അവർ എങ്ങനെ ചെയ്യും. ഇപ്പോൾ സൈബർ ബുള്ളിങ്ങിന്റെ കാര്യം പറഞ്ഞു, അതുകൊണ്ട് അവർക്ക് ഉയർച്ചയെ ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് വേറെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായിട്ടില്ലല്ലോ. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളായിട്ടുള്ള ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബ്, ഇത് മൂന്നിലും ഇപ്പോൾ ട്രെൻഡിങ് ആയി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കോണ്ടന്റ് എന്ന് പറയുന്നത് രേണു സുധിയാണ്. രേണു സുധിയായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് വീഡിയോകൾ നിങ്ങൾക്ക് ഇപ്പോൾ യൂട്യൂബിൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ തന്നെ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം, പ്രത്യേകിച്ച് എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോടാണ്. എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കും ഇപ്പോൾ എൻ്റെ ഈ വീഡിയോകൾ കൂടുതൽ കാണുന്നത് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട്. കാരണം എൻ്റെ ചാനൽ അത്യാവശ്യം നല്ല ഡൗൺ ആണ്. അതുകൊണ്ട് തന്നെ പുതിയ ആളുകളിലേക്ക് ചെല്ലുന്നില്ല, യൂട്യൂബ് ഫീഡുകളിൽ ചെല്ലുന്നില്ല. സോ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് കമൻ്റ് ഇടുന്നത് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് തന്നെ ആയിരിക്കും. ഞാൻ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സിനോടൊരു കാര്യം പറയാം, നിങ്ങളിൽ ആർക്കെങ്കിലുമൊക്കെ ഈ രേണു സുധിയുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോകൾ കാണാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ കാണാതിരിക്കുക. എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് എടാ നിർത്തി പോടെ, ഇത് തന്നെ ഇടരുതേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടന്മാരെ ചേച്ചിമാരെ വേറെ മാർഗമില്ല. കാരണം ഏറ്റവും കൂടുതൽ യൂട്യൂബിൽ ഇവരുടെ വീഡിയോസ് ആണ് റീച്ച്. അത് എന്തെങ്കിലും അതിനകത്ത് എനിക്കറിയാവുന്ന കാര്യങ്ങളും കൂടെ ഞാൻ റിയാക്ട് ചെയ്താലേ കുറച്ചെങ്കിലും റീച്ച് എനിക്ക് ഉണ്ടാവുള്ളൂ. വളരെ നഗ്ന ഒരു സത്യം ഞാനങ്ങ് പറയുകയാണ്. പ്രത്യേകിച്ച് ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഓൺലൈൻ മീഡിയാസ് വരെ രേണു സുധിയെ റിലേറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരെ കൊണ്ടുവന്നിരുത്തി ഇന്റർവ്യൂകൾ നടത്തിക്കൊണ്ടിരിക്കുക. അപ്പം ഞാൻ മിണ്ടായിരുന്ന കാര്യമുണ്ടോ? ഇല്ല. അതും കഴിഞ്ഞ ദിവസം ഒരു ചാനലിൽ വന്നിരുന്ന് സംസാരിക്കുന്നത് എനിക്ക് ഒരു 4-5 വർഷങ്ങൾക്ക് മുമ്പ് വളരെ അടുത്തറിയാവുന്ന, വളരെ അടുത്തറിയാവുന്നതെന്ന് ഞാൻ പറയുന്നില്ല, എന്നാലും ആഴ്ചയിൽ ഒരു 2-3 ദിവസം ഞാൻ കണ്ടുകൊണ്ടിരുന്ന ഒരു വ്യക്തി രേണു സുധിയെ പറ്റി കഴിഞ്ഞ ദിവസം ഇരുന്ന് സംസാരിക്കുന്നത് ഞാൻ കേട്ടു. സ്റ്റാർ മാജിക് എന്ന് പറയുന്ന പരിപാടിയുടെ ഷോ ഡയറക്ടറും പ്രൊഡ്യൂസറും ഒക്കെ ആയിട്ടുള്ള അനൂപേട്ടൻ സുധിച്ചേട്ടനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയുന്നത് കേട്ടു, രേണു സുധിയെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയുന്നത് കേട്ടു. അതൊക്കെ കേട്ടപ്പോഴത്തേക്ക് എന്താണെങ്കിലും അതൊന്ന് റിയാക്ട് ചെയ്യണം എന്ന് ഞാൻ ആലോചിച്ചു. അതുപോലെ തന്നെ അനൂപേട്ടനെ മാത്രമല്ല, ഈ അനൂപേട്ടനെ മുമ്പ് കോമഡി ഉത്സവം എന്ന് പറഞ്ഞ പരിപാടി നടത്തിയിരുന്ന മിഥിലേട്ടനെയൊക്കെ എനിക്ക് മിഥിലേട്ടൻ വഴിയാണ് അനൂപേട്ടനെയൊക്കെ അറിയാവുന്നത്. സോ ഞാൻ അറിഞ്ഞത് വെച്ചിട്ട് വളരെ നല്ല 2 വ്യക്തികളാണ് ഈ മിഥിലേട്ടൻ, അനൂപേട്ടൻ എന്ന് പറയുന്ന വ്യക്തികളൊക്കെ. അനൂപേട്ടനൊക്കെ പറയുന്ന കാര്യങ്ങൾ എനിക്കതുകൊണ്ട് ഒരിക്കലും എതിർക്കാൻ പറ്റില്ല. കാരണം ഞാൻ അറിഞ്ഞത് വെച്ച് ഈസ് എ നൈസ് ജെന്റിൽമാൻ. അപ്പം അങ്ങനെ ഒരു വ്യക്തി രേണു സുധിയെ പറ്റിയൊക്കെ കുറച്ച് കാര്യങ്ങൾ പറയുമ്പോൾ എങ്ങനെ ഞാനെടുത്ത് റിയാക്ട് ചെയ്യാതിരിക്കും? റിയാക്ട് ചെയ്തേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക എൻ്റെ പ്രിയ സുഹൃത്തുക്കൾ. അപ്പം നമുക്കിനി കൂടുതൽ കഥയൊന്നും ഞാൻ തുടക്കത്തിൽ തന്നെ പറയുന്നില്ല, നേരെ വീഡിയോയിലേക്ക് പോവാം. തുടക്കത്തിൽ തന്നെ അനൂപേട്ടൻ നമ്മുടെ സുധിച്ചേട്ടനെ പറ്റി പറയുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നത്. ഒന്ന് കേട്ടോ. സുധിച്ചേട്ടൻ കോമഡി പറയണമെന്നല്ല, സുധിച്ചേട്ടൻ ഇപ്പോഴും ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, സൈഡിൽ വന്നിരുന്നാൽ പോലും ചിരിക്കും. ഒരു ഇഷ്ടമുണ്ട്, ഒരു കിഡിഷോട്. ഇത്രയും പ്രായമായ ഒരു വ്യക്തിയുടെ അടുത്ത് ഇപ്പോഴും ഒരു പുള്ളിയുടെ അകത്തൊരു കിഡിഷ് നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റും. അങ്ങനെയുള്ള ഒരു വ്യക്തിയായിരുന്നു. ആ ഒരു ഇഷ്ടം കൊണ്ട് മാത്രമാണ്. അല്ലാതെ കൊല്ലസുധി എന്നുള്ള കലാകാരൻ ഭയങ്കരമായിട്ട് കോമഡി പറയുന്നു എന്നുള്ള ഒരു ആസ്പെക്റ്റിലായിരുന്നില്ല അവിടെ ഇരുന്നിരുന്നത്. കാരണം ഒരുപാട് പേരുണ്ട് കോമഡി പറയുന്നത്, സ്പോണ്ടേനിയസ് ആയിട്ട് അവതരിപ്പിക്കുന്ന. സുധിനേക്കാളും വലിയ ആർട്ടിസ്റ്റുകൾ അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ ചേട്ടൻ ഞാൻ പറഞ്ഞ പോലെ മനോരമയിൽ ഷോ ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു ചെറിയ ഷോ ചെയ്തിരുന്നു. ഒരിക്കലും എനിക്കും തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്, അതായത് സുധിച്ചേട്ടൻ ഈ സ്റ്റാർ മാജിക് എന്ന് പറയുന്ന പരിപാടിയിൽ വെച്ചിട്ട് ഈ ഒരുപാട് കോമഡി പറയുന്ന ഒരു വ്യക്തിയായിട്ട് എനിക്ക് തോന്നിയിട്ടേ ഇല്ല. ഞാൻ സ്റ്റാർ മാജിക്കിന്റെ സ്ഥിരം ഒരു പ്രേക്ഷകനായിരുന്നു. എനിക്ക് തോന്നിയിട്ടേ ഇല്ല. അവിടെ ഏറ്റവും കൂടുതൽ അവിടെ ഒരുപാട് കലാകാരന്മാരുണ്ടായിരുന്നു. ബിനുവടിമാലി ഉണ്ടായിരുന്നു, പിന്നെന്താണ് അനുമോൾ. അങ്ങനെ അനുമോളൊന്നും അത്ര വലിയൊന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ ഒരുപാട് ബിനീസ് ബാസ്റ്റിൻ, പിന്നെ അങ്ങനെ കുറേ കോമഡി പറയുന്ന മറ്റേ വണ്ണമുള്ള പുലിമുരുകനകത്തൊക്കെയുള്ള ചേട്ടൻ്റെ പേര് ഞാൻ മറന്നുപോയി. നെൽസൺ ഉണ്ടായിരുന്നു. പിന്നെ കുറേ ആളുകൾ ഉണ്ടായിരുന്നു. പിന്നെ ശ്രീവിദ്യ മുല്ലശ്ശേരി മണ്ടത്തരങ്ങൾ കാണിക്കുന്ന അങ്ങനെ ഒരുപാട് ആളുകൾ. പക്ഷെ അവിടെ എനിക്ക് ഏറ്റവും കൂടുതൽ എന്തെങ്കിലും ഒരു പെർഫോമൻസ് കാഴ്ചവെക്കുന്നതിനകത്ത് തീരെ പോരാ എന്ന് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു വ്യക്തി സുധിച്ചേട്ടൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് വലിയ കലാകാരനാണെന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. സുധിച്ചേട്ടൻ്റെ മെയിനായിട്ട് നമ്മുടെ ജഗദീഷ് ചേട്ടൻ, പിന്നെ എനിക്ക് തോന്നുന്നു അശോകൻ ചേട്ടനെ ഇടയ്ക്ക് കാണിക്കുമായിരുന്നു. ഇതൊക്കെ ഉള്ളൂ. അതല്ലാതെ ഒരു കൗണ്ടർ അടിച്ച് നിൽക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ ഇല്ലാന്നല്ല, വളരെ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു വേദിയിൽ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് സുധിച്ചേട്ടൻ എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ അനൂപേട്ടൻ തന്നെ പറയുന്നത് കേട്ടല്ലോ, ഒരു ചൈൽഡിഷ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിരുന്നു പുള്ളിയുടെ. അവർക്കത് മതിയായിരുന്നു, അതുകൊണ്ടായിരുന്നു അവിടെ ഇരുത്തിയിരുന്നത്. പക്ഷേ നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ സുധിച്ചേട്ടൻ എന്ന് പറയുന്ന ഒരു വലിയ കലാകാരനെ ഒന്നും നമുക്കത്ര എനിക്കറിയത്തില്ല താല്പര്യമുണ്ടോന്ന്. പക്ഷേ സുധിച്ചേട്ടൻ കാരണം, സുധിച്ചേട്ടൻ്റെ ഭാര്യ ഇപ്പോൾ വന്ന് ഉണ്ടാക്കുന്ന കോൺട്രവേഴ്സികൾ, ഇത് ഇന്ന് ഒരുപാട് ആളുകൾ കേൾക്കാനിരിപ്പുണ്ട്. എനിക്ക് തോന്നുന്നു സുധിച്ചേട്ടനെക്കാട്ടിലും ഫേമസ് ആയിട്ടുണ്ട് ഇന്ന് രേണു സുധി. സത്യമല്ലേ? ഇപ്പൊ നാട്ടുകാരെ തെറി പറഞ്ഞാണെങ്കിലും ശരി, അത്യാവശ്യം കേരളത്തിലുള്ള എല്ലാവർക്കും രേണു സുധിയെ അറിയാം. പക്ഷെ ചിലപ്പോൾ ഈ സുധിയെ അല്ലെങ്കിൽ സുധിയുടെ പരിപാടി എല്ലാവരും കണ്ടിരിക്കണമെന്നില്ല, പക്ഷെ രേണു സുധിയെ അറിയാം. സത്യമല്ലേ?
ബാക്കി കേക്ക്. ഇനിയും അനുപേട്ടൻ പറയാൻ പോകുന്നത് രേണുസുതിയൊക്കെ ഈ ഒരു ഫ്ലോറിൽ അന്ന് പരിപാടി നടക്കുന്ന ഈ സുധിച്ചേട്ടൻ മരിച്ചതിന് ശേഷം രേണുസുതി മോനും ഒക്കെ ആ ഒരു ഫ്ലോറിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തെ ഒരു കാര്യമാണ് അനുപേട്ടൻ പറയുന്നത്. നിങ്ങൾ അതൊന്ന് കേട്ടോ. ഒരുപാട് പേര് പറഞ്ഞു സുധിച്ചേട്ടന് പകരം സുധിച്ചേട്ടൻ്റെ രേണുവിനെയും കിച്ചുവിനെയൊക്കെ എപ്പിസോഡിൽ ഉൾപ്പെടുത്തു എന്നൊക്കെ പറഞ്ഞു. അത് എനിക്ക് പ്രാക്ടിക്കലി അത്ര വർക്കൗട്ടാന്ന് തോന്നിയില്ല. അതുകൊണ്ടാണ് നമ്മളൊരു നെക്സ്റ്റ് എപ്പിസോഡിൽ അവരെ കൊണ്ടുവരാനുള്ള ഒരു പ്ലാൻ ചെയ്തത്. അവർക്ക് പിന്നെ വേറെ ഇപ്പോഴത്തെ പോലെയല്ല, പണ്ട് അത് ഇവരുടെ ഇമോഷൻ മാത്രം ഡെലിവറി ചെയ്യാനല്ല നമ്മൾ കൊണ്ടുവന്നത്. ഇങ്ങനെയുള്ള സിറ്റുവേഷനിലൂടെ ആൾക്കാർ കടന്നു പോകുന്നുണ്ട്, അതിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അതാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. ഇമോഷൻ മാത്രം ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ടല്ല അന്ന് ഞാൻ അവരെ കൊണ്ടുവന്നത് എന്ന് അനുപേട്ടൻ പറയുന്നത് നിങ്ങൾ കേട്ടല്ലോ. അതായത് ഇന്ന് മിക്ക സ്ഥലത്തും രേണുസുതിയെ കൊണ്ടിരുന്നത് ഇമോഷൻ ഡെലിവറി ചെയ്യാനാണ്. മനസ്സിലായില്ലേ? ഇമോഷൻ ഡെലിവറി ചെയ്ത് ഒന്നെങ്കിൽ അവരുടെ ആങ്കർ പുറത്തേക്ക് കാണിക്കുക, അപ്പോൾ കുറേ റീച്ച് ആവും, നാട്ടുകാർ തെരുവ് പറയാൻ ചെല്ലും. സത്യം പറഞ്ഞാൽ അവരെ എല്ലാവരും ഉപയോഗിക്കുന്നു. ഇപ്പം നിങ്ങൾ കുറേ പേര് പറയും ഞാൻ ഉപയോഗിക്കുമല്ലോ, അതെ, അല്ലാതെ പിന്നെ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അത് കണ്ടിട്ട് നമ്മൾ നമ്മുടെ അഭിപ്രായം പറയുന്നു. അപ്പോൾ ഇത് വേറെ കൈൻഡ് ഓഫ് ഉപയോഗം. എല്ലാവരും ഇത് തന്നെയാണ് ചെയ്യുന്നത്. ആരും ഇവിടെ അത്ര വലിയ പുണ്യാത്മാക്കളൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സത്യമായിട്ടുള്ള കാര്യമില്ലേ? ഞാൻ ഉള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് അത് കേട്ടിട്ട് എന്നെ മനസ്സിലാക്കുന്ന ആളുകൾ ഈ വീഡിയോ കാണുക. എനിക്ക് അതേ പറയാനുള്ളൂ. അന്ന് അനുപേട്ടനൊക്കെ ആ ഷോയ്ക്ക് അന്ന് ഈ സുധിച്ചേട്ടൻ മരിച്ചതിന് ശേഷം അടുത്ത എപ്പിസോഡിനൊക്കെ ഒരുപാട് നെഗറ്റിവിറ്റി കിട്ടി. കാരണം സുധിച്ചേട്ടൻ്റെ മരണത്തെ ഇവർ വിറ്റ് കാശാക്കുകയാണെന്ന്. ഒരു സൈഡിൽ അവരവരുടെ ഇമോഷൻസ് അവിടെ കാണിക്കുന്നു. അവരുടെ കൂടെ ഉണ്ടായിരുന്നവരെ മരിക്കുമ്പോൾ അവർക്ക് സങ്കടം ഉണ്ടാവും. പിന്നെ ആ ഷോ അവർക്ക് ചെയ്തേ പറ്റുള്ളൂ. അപ്പൊ അടുത്ത എപ്പിസോഡ് വരുമ്പോൾ ഒരിക്കലും വന്നിരുന്ന് പൊട്ടിച്ചിരിച്ചവർക്ക് അത് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അവരുടെ അകത്ത് എന്തായിരുന്നു ഉള്ളത് അത് അവർ കാണിക്കും. അത് രണ്ട് രീതിയിൽ നമുക്ക് എടുക്കാം, രണ്ട് രീതിയിൽ ഉറപ്പായിട്ടും എടുക്കും. അത് ആളുകൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവരെടുക്കട്ടെ, ഞാൻ അതിനെ അങ്ങനെ പറയുള്ളൂ. പക്ഷേ ഈ രേണുസുതിയെ അന്ന് അവരവിടെ കൊണ്ടുവന്നത് ഒറ്റ കാരണമേ ഉള്ളൂ. അതാണ് അനുപേട്ടൻ പറയുന്നത്. കാരണം അവർക്കും കുറച്ച് പൈസ കിട്ടിക്കോട്ടെ. അനുപേട്ടൻ അതും പറയുന്നുണ്ട്, നിങ്ങൾ വേണമെങ്കിൽ കേട്ടോ. പിന്നെ അതിൽ നിന്ന് കിട്ടുന്ന സപ്പോർട്ട് കൊണ്ടോ ആ കുടുംബം എങ്ങനെയെങ്കിലും കുറച്ചും കൂടി എന്തെങ്കിലും ഒരു വരുമാനം വരട്ടെ എന്നുള്ള ഒരു കാഴ്ചപ്പാടിലാണ് ആ എപ്പിസോഡ് നമ്മൾ കൺസീവ് ചെയ്തത്. കേട്ടല്ലോ, അവർ ആ എപ്പിസോഡ് ഈ രേണുവിനെയൊക്കെ കൊണ്ടുവരാനുള്ള ഒരു കാരണം അന്ന് വരുമ്പോഴത്തേക്ക് അവർക്ക് കുറച്ച് പൈസയും കൊടുക്കും. ആ പൈസയും കിട്ടട്ടെ, അതും കൂടെ അവരെ ആലോചിച്ചിട്ടാണ്. പിന്നെ കുറച്ച് ബൂസ്റ്റപ്പ് അവരുടെ ചാനലിലും അതും കൂടെയും കാണും, ഇല്ലാതൊന്നും അല്ല. പക്ഷെ അവർക്ക് ഈ ഒരു നല്ലൊരു സൈഡും കൂടെ ഉണ്ടായിരുന്നു. അത് മാത്രമൊന്ന് ഞാൻ പറയുന്നതേ ഉള്ളൂ, ഒന്ന് പോയിന്റ് ഔട്ട് ചെയ്ത് കാണിക്കുന്നു. രേണുസുതിയെ പറ്റിയിട്ടും ഒക്കെ അനുപേട്ടൻ പറയുന്നുണ്ട്, സുധിച്ചേട്ടനെ പറ്റി മാത്രമൊന്നും അല്ല, ബാക്കി വേണമെങ്കിൽ കേട്ടോ. നടന്നത് എന്തുകൊണ്ട് സുധിച്ചേട്ടൻ ഇത്രയും ഒരു പൈസ ഇല്ലാത്ത സിറ്റുവേഷനിലേക്ക് പോയെന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. കാരണം ഒരുപാട് വലിയ സീനിയർ ആർട്ടിസ്റ്റാണ് സത്യം പറഞ്ഞത്. ഇപ്പോഴത്തെ സുരാജേട്ടൻ എൻ്റെ അടുത്ത് ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, കൊല്ലസുതിയുടെ പ്രോഗ്രാം കാണാൻ വേണ്ടി സുരാജേട്ടൻ സൈക്കിൾ ചവിട്ടി പോയിട്ടുണ്ടെന്ന്, അത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു സ്റ്റേജ് ഉള്ള സമയത്ത് ഒരുപാട് പേര് പുള്ളിയുടെ ഫാൻസ് ആവുകയും ആ ഫാൻസ് തന്നെയാണ് ഇപ്പോഴുള്ളത്. പക്ഷേ അത്രയും തിളങ്ങി നിന്നിരുന്നതാണ്. ഒരു സുധിച്ചേട്ടൻ ട്രാവൽ ചെയ്യാത്ത കൺട്രീസ് ഇല്ല, ഒരുപാട് കൺട്രീസിൽ പോയിട്ടുണ്ട്. എപ്പോഴും ഞാൻ ആലോചിക്കും സുധിച്ചേട്ടൻ എങ്ങനെയാണ് ഇത്രയും ഒരു സാമ്പത്തിക സ്ഥിതി ഇല്ലാത്ത അവസ്ഥയിൽ എത്തിപ്പെട്ടു എന്ന് ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്. എനിക്കും അത് മനസ്സിലാവുന്നില്ല. കാരണം അനുപേട്ടൻ പറയുന്ന ഒരുപാട് രാജ്യങ്ങൾ സന്ദർശിച്ച ഒരു വ്യക്തിയാണ്. ഒരുപാട് രാജ്യങ്ങൾ സന്ദർശിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഗ്രാമായിട്ട് പോയൊരു വ്യക്തിയാണ്. അപ്പോൾ അത്യാവശ്യം പൈസയൊക്കെ ഉണ്ടാവേണ്ടതാണ്. പക്ഷേ ഈ പുള്ളിക്ക് സ്വന്തമായിട്ടൊരു വീട് വെക്കാൻ പോലും പുള്ളിയുടെ മരണം ശേഷമാണ്, ആ മരണം കാരണമാണ് പുള്ളിക്ക് ഒരു വീടുണ്ടായത്, അല്ലെങ്കിൽ പുള്ളിയുടെ കുടുംബത്തിനൊരു വീടുണ്ടായത്. എവിടെയാ പൈസയൊക്കെ? അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോഴാണ് പഴയ കുറേ കഥകൾ കുത്തിപ്പൊക്കി ഇവിടെ വന്നതൊക്കെ നമുക്ക് ഒന്നുകൂടെ ഒന്ന് ആലോചിക്കേണ്ടി വരുന്നത്. പുള്ളിയുടെ 1ാം ഭാര്യ, 2ാം ഭാര്യ, 3ാം ഭാര്യ എന്ന് പറഞ്ഞിട്ടുള്ള ഇപ്പം എല്ലാവർക്കും നോക്കണമല്ലോ. നമുക്കറിയില്ല. ഞാൻ അതുകൊണ്ട് ഒരു പരിധിയിൽ കൂടുതൽ ഞാൻ അതിനെപ്പറ്റി സംസാരിക്കുന്നില്ല. കഴിഞ്ഞ ദിവസം ഞാൻ സംസാരിച്ച ഒരാളാ ഇല്ലാന്നൊന്നും പറയുന്നില്ലേ, ഒരിക്കലും പറയുന്നില്ലേ. പക്ഷെ ഇനി എനിക്കത് താല്പര്യമില്ല. വാട്ടെവർ, എന്തും ആയിക്കോട്ടെ. ആ പൈസയൊക്കെ എവിടെ പോയി എന്ന് നമുക്കറിയില്ല. പിന്നെ സുരാജേട്ടൻ വരെ പറഞ്ഞൊരു കാര്യമാണ് അനുപേട്ടൻ പറയുന്നത്. അതായത് സുധി എന്ന് പറയുന്ന വ്യക്തിയുടെ പരിപാടി കാണാനായിട്ട് സുരാജേട്ടൻ വരെ സൈക്കിളെ ഓട്ടി പോയിട്ടുണ്ടെന്ന്. എനിക്ക് അറിയാത്തത് കൊണ്ടായിരിക്കും, നിങ്ങൾ ക്ഷമിക്കുക. എനിക്ക് അത്ര വലിയ ഒരു ഗംഭീര കലാകാരനായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ആ പ്ലാറ്റ്ഫോമിൽ വന്നിട്ടുള്ള പരിചയം അല്ലെങ്കിൽ ചെറിയ ചെറിയ സിനിമകളിൽ കണ്ടിട്ടുള്ള ഒരു ഇതേ ഉള്ളൂ. അതിനകത്തു നിന്നൊക്കെ പുള്ളിയെക്കാട്ടിലും ഒരുപാട് കഴിവുള്ള ആളുകൾ ആ പ്ലാറ്റ്ഫോമുകളിലും, അതല്ലാതെ നമ്മൾ കണ്ടിട്ടുള്ളത് കൊണ്ടായിരിക്കാം എനിക്ക് അത്ര വലിയൊരു ഇത് തോന്നിയിട്ടില്ല. ചിലപ്പോൾ എൻ്റെ തെറ്റായിരിക്കാം, നിങ്ങൾ ക്ഷമിക്കുക. നിങ്ങൾക്ക് ചിലപ്പോൾ ഒരുപാട് ഇഷ്ടമുള്ളൊരു കലാകാരനായിരിക്കും. ആയിക്കോട്ടെ, ഞാൻ ഒന്നും പറയുന്നില്ല. ഒരിക്കലും കലാകാരനല്ല അല്ലെങ്കിൽ മികച്ചൊരു
ഇന്നിപ്പോൾ രേണു ജീവിക്കാൻ വേണ്ടിയിട്ട് അവൾ ഓരോന്നും ചെയ്ത് കഴിഞ്ഞപ്പോൾ സൈബർ ബുള്ളിങ് വളരെയധികം രേണു ആ ഒരു അറ്റാക്കിങ് വളരെയധികമാണ് രേണു ഫേസ് ചെയ്യണത്. നമ്മുടെ ചാനലിൽ തന്നെ ഈയിടെ ഒരു ഷോയിൽ വന്നിരുന്നു. അന്ന് രേണു ഒരു ഹോട്ട് സീറ്റിലേക്കായിരുന്നു രേണു വന്നത്. പക്ഷെ എന്നാലും അത് കഴിഞ്ഞിട്ട് ആ ഇൻ്റർവ്യൂ പോയതും ആൾക്കാർ അതിനെ അഗെയിൻസ്റ്റ് പറയുന്നതും ആൾക്കാരുടെ പ്ലസ് ആയിട്ട് പറയുന്നതും സപ്പോർട്ട് ചെയ്ത് പറയുന്നതും നെഗറ്റീവായിട്ട് പറയുന്നതും, പക്ഷേ രേണു ഇന്നിപ്പോൾ ഒരുപാട് അനുഭവിക്കുന്നുണ്ട്. പല രീതിയിലും പല ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റനിങ് ആണ് രേണു ആൻസർ ചെയ്യേണ്ടി വരുന്നത്. ഇതൊക്കെയും ഒരുപക്ഷെ അനൂപിലേക്ക് എത്തുന്നുണ്ടാവില്ലേ? തീർച്ചയായിട്ടും ഇല്ല. എന്തുകൊണ്ട്? അല്ല, ആ ചോദ്യം തന്നെ ഒരു മണ്ടത്തരമല്ലേ? അതെങ്ങനെ അനൂപേട്ടിലേക്ക് എത്തുന്നത്? അതെനിക്ക് മനസ്സിലായില്ല. രേണുസുതി സൈബർ ബുള്ളിങ് നേരിടുന്നതും രേണുസുതിക്ക് നാട്ടുകാരുടെ വായിരിക്കുന്ന തെറി മൊത്തം കേൾക്കുന്നത് രേണുസുതിയുടെ കയ്യിരിപ്പ് കൊണ്ടാണ്. അതില് അനൂപേട്ടൻ എന്താ റോള്? അത് പുള്ളിയുടെ ദേഹത്ത് എനിക്കത് മനസ്സിലാവുന്നില്ല. എന്ത് ചോദ്യമാണ് ചോദിച്ചത്? ലിറ്ററലി രേണുസുതിയുടെ ഭർത്താവോ ആങ്ങളെയോ മാമനോ മച്ചാനോ ഒന്നും അല്ല അനൂപേട്ടൻ ഒരു ഷോ ഡയറക്ടറായിരുന്നു. ഒരു പരിപാടി സംവിധാനം ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തി. ആ വ്യക്തിയുടെ പരിപാടിയിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് സുധിയുടെ ഭാര്യ. എന്ത് കാണിച്ചാലും അത് പുള്ളിയെ ബാധിക്കുന്ന കാര്യമല്ല. പുള്ളിയാണോ രേണുസുതിയെ പിടിച്ച് ഷോർട്ട് ഫിലിമിലും മറ്റേ ഞാനൊന്നും അഭിനയിക്കാൻ ഇറക്കിയത് ചേട്ടനല്ലല്ലോ. പിന്നെ ചേട്ടനെ എങ്ങനെ അത് ബാധിക്കും? ആ ചോദ്യമേ ഒരു മണ്ടൻ ചോദ്യമായിട്ട് എനിക്ക് എന്തായാലും തോന്നി. ബാക്കി കേൾക്കാം. കാര്യം സുധിച്ചേട്ടൻ പോയതിന് ശേഷം നമ്മളവർ സപ്പോർട്ട് ചെയ്യുന്നത് ശരിയാണ്. ഇപ്പോൾ എൻ്റെ അടുത്ത് പലരും പറയാറുണ്ട് അവര് ഇപ്പോൾ ഇതിൽ അഭിനയിക്കുന്നു എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ നമ്മളല്ലല്ലോ അതിന്റെ റെസ്പോൺസിബിൾ. കാര്യം അവരുടെ കാര്യങ്ങൾ അവർ എങ്ങനെ ചെയ്തു. ഇപ്പോൾ സൈബർ ബുള്ളിങ്ങിന്റെ കാര്യം പറഞ്ഞു, അതുകൊണ്ട് അവർക്ക് ഉയർച്ചയെ ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് വേറെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായിട്ടില്ലല്ലോ. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ അതിനുശേഷം ജോലിയെല്ലാം നോക്കിയിരുന്നതാണ്. ജോലി കൊടുക്കാനുള്ള പല ഇനീഷ്യേറ്റീവ്സ് നമ്മൾ എടുത്തിരുന്നു. രേണു തന്നെ വേണ്ടെന്ന് പറഞ്ഞിട്ടായിരുന്നു അത് നമ്മൾ വേണ്ടെന്ന് വെച്ച്. പല സ്ഥലങ്ങളിലും നമ്മൾ ജോലി ഓഫറിങ് ഉള്ള പരിപാടി ഒരുപാട് പേര് നമ്മളെ സമീപിക്കാറുണ്ട്. ചിലപ്പോൾ ഇമോഷണലിൻ്റെ ഭാഗത്ത് പറയണമായിരിക്കും ചിലവർ. അപ്പോൾ ഞാൻ പറയും ഇങ്ങനെ ഒരു ജോലിയുണ്ട്, നിങ്ങളുടെ അടുത്ത് തന്നെയാണ്, വേണേ പോകാം. അപ്പോൾ അവർ പറഞ്ഞാൽ അത് ശരിയാവില്ല. പിന്നെ വലിയ ഇൻട്രസ്റ്റ് എടുക്കാത്തതുകൊണ്ട് ഞാൻ വിട്ടു. അപ്പോൾ ഞാൻ ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ഇനിയിപ്പോൾ മുന്നോട്ടുള്ള കാര്യങ്ങൾ. കാരണം ആ സമയത്തൊക്കെ നമ്മൾ കുറച്ച് സപ്പോർട്ട് ചെയ്തിരുന്നു. അതുകൊണ്ട് പക്ഷേ ഞാൻ പറഞ്ഞത് എല്ലാ കാലത്തും അങ്ങനെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻ ആയിരിക്കില്ല. ഞാൻ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആളാണ്, എനിക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ്, അപ്പോൾ അത് എന്തെങ്കിലും ഉണ്ടാവും എന്നൊക്കെയാണ് എൻ്റെ അടുത്ത് ആ സമയത്ത് പറഞ്ഞത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും വേറെ കണ്ടു കാണും. ആ സമയത്ത് പറയണ്ട എൻ്റെ അടുത്ത് കോളേജിൽ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ പോവാണ്, എന്തെങ്കിലും വേറെ എക്സ്ട്രാ കമ്പ്യൂട്ടർ എന്തെങ്കിലും ചെയ്യണം എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ കോഴ്സ് എന്തൊക്കെയോ ചെയ്തിരുന്നു ആ സമയത്ത്. പിന്നെ ഗവൺമെൻറ് തന്നെ ഓഫർ ഒക്കെ വന്നിരുന്നു എന്തൊക്കെയോ. പക്ഷെ അത് ആയി വരുന്നുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. എനിക്കറിയില്ല അതിനെപ്പറ്റി ഡീറ്റെയിൽ ഒന്നും. ഗവൺമെൻറ്റിൽ നിന്ന് ഓഫർ രേണു സുധിക്കുക വാട്ട് എവർ എനിക്കറിയില്ല. ചിലപ്പോൾ അവർ നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ലേഡി ആയിരിക്കും, അവർക്ക് നല്ലൊരു ജോലി കിട്ടട്ടെ. അങ്ങനെ അവർക്ക് അത് താല്പര്യമുണ്ട്, ഒരു ഗവൺമെൻറ് ജോലി എന്നൊക്കെ ഉണ്ടെങ്കിൽ കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ. വേറൊരു കാര്യം അനുപേട്ടൻ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല. അതായത് ഈ ജോലിയുടെ കേസ് പലതവണ നല്ല ഓഫർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അവർക്ക് താല്പര്യമില്ല, അവരുടെ ഇഷ്ടമാണത്. അവർക്ക് ചിലപ്പോൾ ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ച് ഇങ്ങനെ നാട്ടുകാരുടെ നിന്ന് തേറിയിട്ട് മുന്നോട്ട് അറ്റ്ലീസ്റ്റ് ഞാൻ അത്രേ ചോദിക്കുന്നുള്ളൂ. നല്ല ഈ അലൻ ജോസ് പെരേരെ പോലുള്ളവനൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരിട്ട് ഇവനെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാവരും കൂടെ ചുമ്മാ പാവത്തിനെ, ഞാൻ അങ്ങനെയൊക്കെ ചിന്തിച്ച ഒരാളായിരുന്നു. പാവത്തിനെ ചുമ്മാ പറയുന്നതായിരിക്കും. അവനൊരു സത്യം പറഞ്ഞാൽ 2 പെട കിട്ടേണ്ട ഒരുത്തനാണ് ഈ അലൻദോസ് പെരേര. ഉള്ള കാര്യം പറയാലോ, അങ്ങനെ ആൾക്കാർ പിടിച്ച് അടിക്കാൻ പോകുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട് ഇവന്റെ കയ്യിരിപ്പ് കാരണം. അങ്ങനെയുള്ള ഒരുത്തരുമായിട്ട് പോയി ഈ പേക്കൂത്ത് എല്ലാം പോട്ടെ. കഴിഞ്ഞ ദിവസം കാണിച്ചത് നിങ്ങൾ കണ്ടല്ലോ. എൻ്റെ പൊന്ന് രേണുസുതി, അതിന് മാത്രമേ ഉള്ളൂ എനിക്ക് നിങ്ങളോട് ഒരു രീതിയിലും നിങ്ങളെ അടുപ്പിക്കാൻ പറ്റാത്ത ഒരാളാണെന്ന് എനിക്ക് മനസ്സിലായത്. കാരണം ലൈക്ക് അടുപ്പിക്കാൻ പറ്റാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ രീതിയിലൊന്നും അല്ല കേട്ടോ. നിങ്ങൾ ആരും ഇനി അങ്ങനെ ചിന്തിച്ച് പോരുത്. ലൈക്ക് ഒരു നല്ലൊരു മനുഷ്യ സ്ത്രീയായിട്ട് നമ്മൾക്ക് ഇവളെ കണ്ടിട്ട് എനിക്ക് അടുപ്പിക്കാൻ പറ്റത്തില്ല. അങ്ങനെ അത് വേറൊന്നും കൊണ്ടല്ല, സ്വന്തം ഭർത്താവിന്റെ ചരമവാർഷികത്തിൻ്റെ അടുത്ത് ഒരു പൊട്ടനെ വീട്ടിൽ വിളിച്ചിട്ട് ആ വീടിന്റെ ഫ്രണ്ടിൽ കിടന്ന് കാണിക്കുന്ന കോപ്രായങ്ങൾ കാണിച്ച എന്താണ് അതൊക്കെ? അതിനോടൊക്കെ ആർക്കെങ്കിലും യോജിക്കാൻ പറ്റുമോ? ഞാൻ അത്രേ പറയുന്നുള്ളൂ. പിന്നെ ചേട്ടൻ പറഞ്ഞ കണക്ക് സൈബർ ബുള്ളിങ്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് സൈബർ ബുള്ളിങ് കിട്ടുന്നതുകൊണ്ട് നല്ലതാ അല്ലേ? രേണുസുതിക്ക് തന്നെ അതറിയാം. സൈബർ ബുള്ളിങ് കിട്ടിയാണ് ഇന്ന് കേരളം. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു അത്യാവശ്യം എല്ലാ മലയാളികളെല്ലാം എവിടെയൊക്കെ ഉണ്ടോ അവിടെ എല്ലാവർക്കും, അവിടെയുള്ള ഇപ്പൊ ഏത് ലോകത്തിന്റെ ഏത് മൂലക്കുള്ള മലയാളിക്കും രേണുസുതിയെ ചിലപ്പോൾ അറിയായിരിക്കും. എന്തുകൊണ്ടാ ഇത്രയും സൈബർ ബുള്ളിങ് ഈ അടുത്തൊന്നും വേറെ ആർക്കും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ സൈബർ ബുള്ളിങ് രേണുവിന് കിട്ടുന്ന വളരെ നല്ലൊരു കാര്യമായിട്ടാണ് എനിക്കും തോന്നിയിട്ടുള്ളത്. ഇപ്പോഴത്തെ ഒരു അവസ്ഥയെല്ലാം കണ്ടിട്ട് രേണുവും ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും വിചാരിച്ചിരിക്കുന്നത്. കാരണം സൈബർ ബുള്ളിങ് കൊണ്ട് ഇത്രയും ഫേമസ് ആയിട്ടുള്ള ഒരാളുണ്ടോ അടുത്ത്? എനിക്ക് തോന്നുന്നില്ല.
കലാപരമായിട്ട് എന്തായാലും ഒരുപാട് അങ്ങോട്ട് വീതിർച്ച് വിരച്ച് സിക്രിച്ച് മന്ത്രിച്ച് നാട്ടുകാർ മൊത്തം അറിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല രേണുസുതിയെ. പ്രത്യേകിച്ച് ഇനി അങ്ങനെ അറിഞ്ഞാൽ തന്നെ അത് നല്ലൊരു പരിപാടിയിലൂടെ ആയിരിക്കത്തില്ല. ഈ അലൻദോത് പെരേരെ പോലുള്ളവന്റെ കൂടെ അഭിനയിച്ച് അവൻ എന്ത് ഇമേജ് ആണെന്ന് നമുക്കറിയാം. എല്ലാവരുടെ ഇടയ്ക്ക് എന്ത് ഇമേജ് ആണെന്ന് അറിയാം. അത് അവന് മാത്രമാണ് മനസ്സിലാവാത്തത്. അതുപോലൊരു വ്യക്തി ഏകദേശമായി മാറിക്കൊണ്ടിരുന്നേനെ രേണു, അല്ലെങ്കിൽ അങ്ങനെ ആയി പോവുകയാണ്. പക്ഷെ എന്താണെങ്കിലും അറ്റ് ലാസ്റ്റ് എല്ലാവർക്കും അറിയാം അത്യാവശ്യം ഫേമസ് ആണ് അവള്. അതുപോലെ അത്യാവശ്യം കാശും കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അനുവേട്ടൻ പറഞ്ഞ പോലെ സൈബർ ബുള്ളിങ് എനിക്ക് രേണുവിനൊരു ഭയങ്കര നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ബാക്കി നിങ്ങൾ കേട്ടോ. അപ്പോൾ രേണുവിന് ജീവിക്കാൻ എന്തെങ്കിലും പ്ലാറ്റ്ഫോം കിട്ടിയപ്പോൾ രേണു അതിൽ എക്സ്പ്ലോർ ചെയ്തു ആണ് എനിക്ക് മനസ്സിലായത്. രേണു ഏതൊരു ഇന്റർവ്യൂവിൽ പറയുന്നത് കേട്ടിട്ടുണ്ട്, അനൂപ് എന്തോ കൊടുത്തത് അക്കൗണ്ടന്റ് ആയിട്ട് എന്തോ ആയിട്ടുള്ള ജോലിയായിരുന്നു, കണക്ക് ഇതായിട്ടുള്ളതാണ്, അപ്പോൾ അത് രേണുവിന് അറിയില്ല, അതുകൊണ്ടാണ് രേണു അതിനെ റിജക്ട് ചെയ്തത് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ആ ശരിയാണ്, ഞാൻ കണ്ടിരുന്നു. അത് അത്ര വലിയ അക്കൗണ്ടിങ് ജോബ് അല്ലായിരുന്നു. ആക്ച്വലി ഒരു മാനേജിങ് സംതിങ് സുഖമായിട്ട് ഒരു 1 വീക്ക് ഒക്കെ അവരോട് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ വർക്ക് ചെയ്ത് പോകുന്ന കാര്യമുള്ളൂ. പക്ഷേ ഓരോരുത്തർക്കും ഓരോ ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ. അപ്പോൾ എൻ്റെ അടുത്ത് നാളെ അക്കൗണ്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറഞ്ഞാൽ എനിക്ക് ചിലപ്പോൾ പറ്റില്ലായിരിക്കും. അപ്പോൾ ഓരോരുത്തരുടെ ഇൻട്രസ്റ്റ്, ചിലപ്പോൾ രേണുവിൻ്റെ ഇൻട്രസ്റ്റ് ഇതായിരിക്കാം, അതുകൊണ്ട് രേണു അതിലേക്ക് പോയതായിരിക്കാം. പക്ഷെ രേണു പല കോഴ്സുകൾ ചെയ്തിട്ടുണ്ട്. ആക്ച്വലി നഴ്സിംഗ് ജോബ് എന്തോ ചെയ്തിട്ടുണ്ട്. ആദ്യം ഹ്യൂമാനിറ്റീസും എന്തോ എടുത്തെന്ന് പറഞ്ഞു. വേറെ നഴ്സിംഗ് ജോബ്. ഞാനും അനൂപേട്ടൻ പറഞ്ഞതിനോട് 101% യോജിക്കുന്നു. രേണുവിൻ്റെ ജീവിതം രേണുവിനെ ഇഷ്ടമുള്ള പോലെ ജീവിക്കാം, എന്താന്ന് വെച്ചാൽ കാണിച്ചോ, ഒരു കുഴപ്പമില്ല. അത് മറ്റൊരാളുടെ ജീവിതമാണ്, അതിനകത്ത് പോയി ചോദ്യം ചെയ്യാൻ ഞാൻ ആരുമല്ല, ഞാനത് ചെയ്യത്തുമില്ല. എന്നാൽ അയാളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളായിട്ടുള്ള ഇൻസ്റ്റഗ്രാമോ ഫേസ്ബുക്കോ യൂട്യൂബോ ഒക്കെ വഴി സമൂഹത്തിന് തെറ്റായിട്ടുള്ളൊരു കാര്യം കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ വന്ന് നമ്മൾ ചോദ്യം ചെയ്യും, ഇതുപോലെ നല്ല ആട്ടാട്ടും. ലാസ്റ്റ് ഈ കഴിഞ്ഞ ദിവസം, അത് രേണുവിൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ലൈക്ക് രേണുവിൻ്റെ ഇൻസ്റ്റാഗ്രാം ID വഴിയൊന്നും അല്ല രേണു അത് കാണിച്ചത്. പക്ഷേ ഓൺലൈൻ മീഡിയാസ് അവിടെ ചെല്ലുമ്പോൾ അവരുടെ ഫ്രണ്ടിൽ വെച്ച് ലൈക്ക് ഇങ്ങനെയുള്ള പരിപാടി കാണിച്ച് ആളുകളിലേക്ക് എത്തിക്കുക. സ്വന്തം ഭർത്താവിൻ്റെ ചരമവാർഷികത്തിൻ്റെ അന്ന് ഒരു പൊട്ടനെ വിളിച്ച് വീട്ടിൽ നിർത്തി അവനെ കൊണ്ട് ഡാൻസ് കളിപ്പിക്കുന്നു, അവന് ഷൈക്കാൻഡ് കൊടുക്കുന്നു, കൈ കൊടുക്കുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ആളുകൾക്ക് തെറ്റായിട്ടുള്ളൊരു സാധനമല്ല നീ കാണിച്ചു കൊടുക്കുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ സംസാരിക്കും. അല്ലെങ്കിൽ ഞാനൊന്നും പറയാൻ പോകുന്നില്ല. കാരണം അവർക്ക് ജീവിക്കണം, അവർ ജീവിക്കട്ടെ, ആ സ്ത്രീക്കും ജീവിക്കണം. അവർക്ക് പറ്റുന്ന ചിലപ്പോൾ ഇങ്ങനെയൊക്കെ കാണിച്ചിട്ടാണ് ജീവിക്കാൻ പറ്റുന്നതെങ്കിൽ കാണിച്ചോട്ടെ, എന്താണെന്ന് വെച്ചാൽ കാണിച്ചോ. ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കുകയോ പെരേരയോട് അഭിനയിക്കുകയോ നിങ്ങളുടെ ഇഷ്ടമാണ് ചേച്ചി, യോ വിഷ്. പക്ഷേ സമൂഹത്തിന് തെറ്റായിട്ടുള്ളൊരു സാധനം കാണിച്ചു കൊടുക്കരുത്. അത് നിങ്ങൾ വേണമെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ കാണിച്ചോ, നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ കാണിച്ചോ. പക്ഷേ നിങ്ങളിങ്ങനെ ഒരുപാട് ആളുകൾ അറിയാവുന്ന ഒരു വ്യക്തി ആകുമ്പോഴത്തേക്ക് പുറത്തേക്ക് ജനങ്ങളിലേക്ക് ഇങ്ങനെയുള്ള പരിപാടികൾ എത്തിക്കാതിരിക്കുക, അത്രേ ഞാൻ പറയുന്നുള്ളൂ. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു. നിങ്ങളുടെ ഈ വീഡിയോ കാണുന്ന ആളുകളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഒക്കെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ അങ്ങോട്ട് ചെയ്യുക.